ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു വില്ലയിലേക്ക് വന്നപ്പോൾ ഗാർഡനൊക്കെ എങ്ങനെയാണ് സെറ്റാക്കിയതെന്നും അത് സെറ്റാക്കുന്ന സമയത്ത് പറ്റിയ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ പെറ്റ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ആദ്യം നമ്മളോടൊപ്പം കൂടിയത് നമ്മുടെ ഓർക്ക തന്നെയാണ്. ആളെ നമ്മൾ അബുദാബിയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതായിരുന്നു. ആൾക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകിച്ച് ട്രെയിനിങ് കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് ട്രെയിൻഡ് ആയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ചൂടൊക്കെ കൂടുമ്പോഴത്തേക്ക് അകത്ത് ഒരു കുറച്ച് തണുപ്പുള്ള അടുത്ത് കുറച്ച് സ്ഥലം വേണം. പിന്നെ വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു സോഫ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പുതപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മൂടിപ്പോൾ വെച്ച് സുഖമായിട്ട് ഇറങ്ങും. ആകെ ഒരു പ്രശ്നമുള്ളത് ഇടയ്ക്കിടയ്ക്ക് എലിയെ പിടിക്കാനെന്നും പറഞ്ഞ് എൻ്റെ ഗാർഡൻ ഇതുപോലെ കുത്തിക്കളച്ച് മറിക്കാറുണ്ട്. നമ്മൾ ഗേറ്റൊക്കെ അടച്ചിടുന്നത് കാരണം ആൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മളങ്ങനെ കൂടൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ രണ്ടാമത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോഴിക്കൂടാണ്. അതൊക്കെ ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 1-2 നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചതാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ട് സ്വന്തമായിട്ടൊക്കെ തന്നെ തട്ടിക്കൂട്ടി റെഡിയാക്കിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെയുള്ള ഒരു മലയാളികളുടെ കടയുണ്ട്, യാസ്മീനിൽ തന്നെയാണ്. ഹമിദിയ പാർക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഫാമി ജനറൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. അവിടെ അത്യാവശ്യം റീസണബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെഗുലറായിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എല്ലാ സാധനങ്ങളും വാങ്ങാറുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കുന്ന സമയത്ത് ഓരോരോ സാധനങ്ങൾ ഓരോരോ കടയിൽ പോയി വാങ്ങുന്നതിൽ നല്ലത് ഇങ്ങനെ എല്ലാം വാങ്ങാൻ കിട്ടുന്ന കടയിൽ പോയി വാങ്ങുന്നതാണ്. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. A to Z സാധനങ്ങൾ നമ്മൾ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ളതൊക്കെയും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഒരു ബാംബൂ ഷീറ്റിൻ്റെയൊക്കെ റേറ്റ് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ നോക്കുമ്പോൾ അതിലെല്ലാം ഞാൻ ഓൾറെഡി തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം 5 ഫൂട്ടിൻ്റെ ആണെങ്കിൽ 90 ദിറംസ്, 6 ഫൂട്ടിൻ്റെ ആണെങ്കിൽ 100 ദിറംസ്, അങ്ങനെ ഓരോ ഫൂട്ട് കൂടുന്നതനുസരിച്ചിട്ട് 10 ദിറംസിൻ്റെയൊക്കെ വേരിയേഷനാണ് വരുന്നത്. പിന്നെ മെഷാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡ്രിപ്പിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ഗോഡൗൺ ഉള്ളത് കാണാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് ഒക്കെയും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മെഷിൻ്റെ ഫുൾ റോള് മേടിച്ചിട്ടാണ് ആ കോഴിക്കൂടിൻ്റെ സൈഡൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. റോളായിട്ട് മേടിക്കുമ്പോഴാണ് കുറച്ചുകൂടി ലാഭം വരുന്നത്. ഇത് 4 മീറ്ററിൻ്റെ മെഷാണ്. ഇച്ചിരി കനമൊക്കെ കുറഞ്ഞാണ്. കിളിക്കൂടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. ഇതിന് 30 ദിറംസാണ് വരുന്നത്. ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ച് 25 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രാസ് ഷീറ്റിന് സ്ക്വയർ മീറ്ററിന് 25 ദിറംസാണ് വരുന്നത്. പിന്നെ ഇതുപോലെയുള്ള ബേസിൻസ് പല സൈസിലുള്ള നമ്മുടെ പ്ലാസ്റ്റിക്കിലുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുറച്ചും കൂടി ഒരു ഫൈബറിൻ്റെ പോലെ വരുന്ന വലിയ ടാങ്ക് പോലെയുള്ള ഒരു നമുക്ക് ആമ്പലൊക്കെ സെറ്റാക്കാൻ പറ്റിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ താറാവിനൊക്കെ നമ്മളിങ്ങനെ ബേസിനുകളിലാക്കി കൂടിനുള്ളിൽ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നന്നായിട്ട് ഇങ്ങനെ ചെളിയാക്കി തുടങ്ങിയപ്പോഴാണ് പിന്നെ പുറത്ത് ഇതുപോലെ വലിയ പാത്രം വെച്ചിട്ട് ഇടയ്ക്ക് ഇവരെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ കുളിക്കാൻ വിടുന്ന പരിപാടിയൊക്കെ ആക്കി തുടങ്ങിയത്. പിന്നെ നമ്മൾ പെറ്റ്സിനൊക്കെ ഉള്ള ഫുഡും ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. ഇപ്പം ഡോഗിനാണെങ്കിലും കോഴികൾക്കുള്ള തീറ്റയാണെങ്കിലും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ടാങ്കിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ ആമ്പലുകളും ഒക്കെ ഇതുപോലുള്ള വലിയ വലിയ പാത്രങ്ങൾ മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നട്ടിട്ടാണ് ഈ ഒരു ടാങ്കിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കോഴികളും താറാവുകളും ഒക്കെ ആദ്യത്തെ ഒരു സെറ്റ് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കോഴികളൊക്കെ നമ്മൾ ഷാർജയിലെ സജ്ജ മാർക്കറ്റിൽ നിന്നും, താറാവിനെ ഞങ്ങൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തായിട്ട് തന്നെ ഒരു ചെറിയ ഫാം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് വാങ്ങുകയും ചെയ്തത്. പക്ഷേ പിന്നീട് ആ ഫാം പൂട്ടിയപ്പോൾ അത് കാരണം അവിടെ താറാ കുഞ്ഞുങ്ങളെയൊന്നും വാങ്ങാൻ കിട്ടുന്നില്ല. പിന്നെ കോഴിയും താറാവും ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ എന്തെങ്കിലും മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ച് വരുവാണെങ്കിൽ അതെന്തെങ്കിലും അസുഖമൊക്കെ കൊണ്ടുവന്നിട്ട് കൂട്ടത്തിലുള്ളതും കൂടി ചത്തു പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് കാരണം പിന്നീട് ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ നമ്മളൊരു ചെറിയ ഇൻക്യുബേറ്റർ വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കോഴിമുട്ടകളും താറാമുട്ടകളും ഒക്കെ വെച്ച് വിരിയിച്ചെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. തണുപ്പുള്ള സമയത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയുന്നതെങ്കിൽ ഇതുപോലെ കിളിക്കൂടിൻ്റെ ഉള്ളിലായിട്ട് ബൾബൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം 1 മാസത്തോളം നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു കൂടുകളിൽ ഇട്ടിട്ട് അതിന് ശേഷമാണ് സാധാരണ കൂടിലേക്ക് മാറ്റാറുള്ളത്. പിന്നെ കഴിഞ്ഞ 2 വിൻ്റർ സീസണിൽ നമ്മൾ മുയലിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ഈ 2 സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്ന മുയലുകളെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഫുജറയിലൊരു വീട്ടിൽ തന്നെ അവരിങ്ങനെ പെറ്റായിട്ട് വളർത്തി തുടങ്ങിയതാണ്. അത്യാവശ്യം നന്നായിട്ട് എണ്ണം കൂടുമ്പോൾ അവരിങ്ങനെ പുറത്തേക്ക് വിൽക്കാറുണ്ട്. അവിടെ പോയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള മുയലുകളൊക്കെ തന്നെയായിരുന്നു. എന്നാലും ആദ്യത്തെ വർഷം നമ്മൾ കൂടിൻ്റെ ഉള്ളിലാണ് ഇടാറ്. അതും മണ്ണിലല്ല. മണ്ണിൽ ഞങ്ങൾക്കിപ്പം ചെടികളൊക്കെ ഉള്ളത് കാരണം അങ്ങനെ മണ്ണിലേക്ക് ഇറക്കി വിടാൻ പറ്റാത്ത കാരണം നമ്മൾ ഇങ്ങനെ അയൺ കേജുകളിൽ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കൂടിനകത്ത് സമ്മറിൽ അത് സർവൈവ് ചെയ്യാറില്ല. ഫസ്റ്റ് ഇയർ നമ്മൾ ഇങ്ങനെ റീചാർജബിൾ ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രീസറിൽ നമ്മളിങ്ങനെ ഈ പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ വെള്ളം നിറച്ച് ഫ്രീസ് ചെയ്തിട്ട് അതും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് നാളൊക്കെ സർവൈവ് ചെയ്തു എങ്കിലും ഫുൾ സമ്മർ അതിന് സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇയർ നമ്മളൊരു 6-7 മുയലെ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും സമ്മറൊക്കെ ആവാറാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത്യാവശ്യം കുറേ കുട്ടികളും വലിയ മുയലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കടകളിലും അധികം അങ്ങനെ മുയലുകളെ തിരിച്ചെടുക്കാറില്ല. അപ്പോൾ നമ്മൾ കുറേ കടകളിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഈ മുയലുകളെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ മണ്ണുള്ളിടത്താണ് ഇടുന്നതെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഈ മണ്ണൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അവർ അത്യാവശ്യം ഇങ്ങനെ അവിടെ ഇങ്ങനെ മാളം പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കിളിക്കൂടിൻ്റെ ഉൾഭാഗത്ത് അടിഭാഗത്ത് ടൈൽസ് ആണെങ്കിലും അതിന് പുറത്ത് ഞങ്ങൾ കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട്. അത് കാരണം ഒരു മുയലിനെ മാത്രം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കിളികളോടും കോഴികളോടും ഒക്കെ ഒപ്പം മുയലുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഇൻഫെക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ ഈ ഒരു മുയലിനെ കിളിക്കൂടിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. സമ്മറൊക്കെ നന്നായിട്ട് സർവൈവ് ചെയ്തുവെങ്കിലും 1 മന്ത് മുന്നേ അതും ചത്തുപോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇടയ്ക്ക് ഇങ്ങനെ 2 ആമയും കുറച്ച് ബജ്ജീസിനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരെയും കൂടി ചേർത്ത് നമ്മൾ ഈ ഒരു കിളിക്കൂട്ടിൽ തന്നെയാണ് സെറ്റാക്കിയിരിക്കുന്നത്. ആമയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുമെങ്കിലും ആമ മിക്കവാറും ഒക്കെ കരയിൽ തന്നെയാണ് ഇരിക്കാറ്. അതിന് വല്ലപ്പോഴും ഒന്ന് തോന്നുമ്പോൾ മാത്രം തന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഇത്രയും ജീവജാലങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശരിക്കും ഇതിൽ വളരെ കുറവ് തന്നെ ഉള്ളൂ. മുയലുകളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇടയ്ക്ക് നമുക്കൊരു മണിത്താറാവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും കൂടി നമ്മുടെ കുടുംബത്തിലെ മെമ്പറായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ഏരിയ കിട്ടിയിട്ടുണ്ടെങ്കിലും ബാക്കി 3 സൈഡിലും ഇത്ര വീതിയുള്ള ഭാഗം തന്നെ ഉള്ളൂ. അവിടെയാണ് നമ്മൾ കോഴിക്കൂടും താറാക്കൂടും ഒക്കെ സെറ്റാക്കിയിരിക്കുന്നത്. മെയിനായിട്ട് താറാവ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൂടൊക്കെ ഇടയ്ക്ക് നനവ് കൂടുതലായത് കാരണം മണ്ണിളക്കി ഇട്ട് കൊടുത്ത് പിന്നെ പുതിയ മണ്ണ് മിക്സ് ചെയ്ത് കൊടുത്തൊക്കെയാണ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. ഇല്ലെങ്കിൽ വിൻ്ററൊക്കെ ആകുമ്പോൾ നല്ല ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ എനിക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന കൂടുകളൊക്കെ ഒരുവിധം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏകദേശം ഒന്ന് മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ ജീവജാലങ്ങളുടെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.